സാമൂഹിക പ്രതിബദ്ധതയും ആനുകാലിക പ്രസക്തിയുമാണ് സെൽഫിയിലേക്ക് തന്നെ ആകർഷിച്ച ഘടകങ്ങളെന്ന് പ്രശസ്ത ചലച്ചിത്ര താരവും അവതാരകയുമായ ശ്രീധന്യ. കൈരളി ടിവിയിലെ ജനപ്രിയ പരിപാടിയായ സെൽഫിയിലൂടെ മിനി സ്ക്രീനിലേക്കുള്ള തിരിച്ചുവരവിനെ പ്രതിപാദിച്ച് സംസാരിക്കുകയായിരുന്നു മുംബൈ മലയാളി കൂടിയായ ശ്രീധന്യ. സമകാലിക സംഭവങ്ങളുടെ സംവാദമായ സെൽഫി പുതിയ അനുഭവം മാത്രമല്ല വെല്ലുവിളിയുമായിരുന്നുവെന്ന് ശ്രീധന്യ വ്യക്തമാക്കി. ആങ്കറിംഗ് ചെയ്യാൻ എപ്പോഴും അന്നും ഇന്നും ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു നല്ലൊരു പ്രോഗ്രാം കിട്ടാതെ ചെയ്യാനും താല്പര്യം തോന്നിയില്ല. അപ്പോഴാണ് സെൽഫി ആങ്കർ ചെയ്യാൻ വിളിച്ചത്. അപ്പം എന്താ പറയുക, കുറേ സാമൂഹ്യ പ്രതിബദ്ധതയും പിന്നെ ആനുകാലിക പ്രസക്തികളുള്ള വിഷയങ്ങളെടുത്ത് ചർച്ച ചെയ്യും, അതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ പ്രോഗ്രാം. അപ്പം അങ്ങനെ താല്പര്യം തോന്നിയിട്ടാണ് വീണ്ടും ആങ്കർ ചെയ്യാൻ ഇറങ്ങിയത്. ടെലിവിഷൻ പരിപാടികളിൽ അവതാരകയായി ധാരാളം പേർ വിളിക്കാറുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ കൈരളി ടിവിയിലെ ഓഫർ നിരസിക്കാനായില്ലെന്ന് ശ്രീധന്യ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും എല്ലാവരും ഇങ്ങനെ പ്രോഗ്രാം താല്പര്യം ഉണ്ടോ, എന്ത് പ്രോഗ്രാമാണാവോ എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടത്. പക്ഷേ ടോക്ക് ഷോ ആണ് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെ എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന സെൽഫി പുതിയ രൂപഭാവങ്ങളോടെയാണ് ചലച്ചിത്ര താരം ശ്രീധന്യ അവതരിപ്പിച്ചത്. മലയാളിയുടെ മുഖം നോക്കുന്ന സംവാദ നേരം സെൽഫി. നിരവധി ടെലിവിഷൻ പരിപാടികളിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധ നേടിയ ശ്രീധന്യ കഴിഞ്ഞ 4 വർഷമായി മുംബൈയിലാണ് താമസം. ഇതിനിടയിൽ മംഗ്ലീഷ് ഞാൻ സംവിധാനം ചെയ്യും തുടങ്ങി അരഡസനോളം ചിത്രങ്ങളിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി, ബാലചന്ദ്രമേനോൻ, ബിജു മേനോൻ തുടങ്ങിയവരോടൊപ്പം അഭിനയിച്ചു. ഒട്ടേറെ റിസർച്ചും ഹോംവർക്കും ആവശ്യമുള്ള സെൽഫിയുടെ വരും എപ്പിസോഡുകൾക്കായുള്ള തയ്യാറെടുപ്പിലാണ് ശ്രീധന്യ. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ.